വി.ഡി. സതീശൻ സർക്കാരിന്റെ ബജറ്റ് അവതരണം പൂർത്തിയായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കുത്തിനിറച്ച ഒരു ബജറ്റ് അവതരണമായിരുന്നു. ഇതൊക്കെ എത്ര കണ്ട് നടപ്പിലാകും എന്നുള്ളതാണ്. വളരെ ചുരുക്കി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ 42 മിനിറ്റ് നീണ്ടു നിന്ന ബജറ്റ് അവതരണം. ഒപ്പം മലബാർ മേഖലയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പ്രത്യേക പരിഗണന മലബാർ മേഖലയ്ക്ക് നൽകാൻ വി.ഡി. സതീശൻ സർക്കാർ മറന്നില്ല എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യം. ഒപ്പം തന്നെ മലപ്പുറത്ത് ആധുനിക ക്യാൻസർ സെന്റർ, കോഴിക്കോട് M.T. വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് തുടങ്ങിയവ സ്ഥാപിക്കും. ഒപ്പം തന്നെ മലബാർ ലോകോത്തര നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് 50 കോടി രൂപയാണ് വകയിരുത്തിയത്. ഒപ്പം ആരോഗ്യ നിക്ഷേപ മേഖലകളിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യം, പുതിയ ജില്ലയും താലൂക്കുകളും പഠിക്കാൻ സമിതിയെ നിയോഗിക്കും എന്നുള്ളതാണ്. ഒപ്പം ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കും. പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് എവിടെ നിന്ന് ഫണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്തായാലും 600 കോടി രൂപ ഇതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് പരിഗണന, പോലീസ് വകുപ്പിന് പരിഗണന, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ മേഖലയ്ക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭിന്നശേഷി നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനം, ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി നിർമ്മിക്കാൻ പ്രോത്സാഹനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കും. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സമാന സ്വഭാവത്തിൽ ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ട്. പട്ടികജാതിക്ക് വേണ്ടി പട്ടികജാതി പട്ടികവർഗ ഭവന പദ്ധതി, 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ പരിശോധന നടത്തുന്നതിന് ധനസഹായം, അങ്ങനെ ഒട്ടനവധി പ്രഖ്യാപനങ്ങളുണ്ട്. വിനീഷിലേക്ക്. വിനീഷ്, എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടുണ്ട് പ്രഖ്യാപനങ്ങൾ. അത് ഏത് മേഖലയെടുത്താലും പ്രഖ്യാപനങ്ങൾക്ക് കുറവില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ വല്ലാത്ത ഒരു സാമ്പത്തിക ഞെരുക്കത്തിലാണ് സർക്കാർ. അത് നേരത്തെ തന്നെ ഒരു മുൻകൂർ ജാമ്യമായി വി.ഡി. സതീശൻ പറഞ്ഞിട്ടുമുണ്ട്. ധനമന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ ഒട്ടനവധിയുണ്ട്. എങ്ങനെയാണ് വിനീഷ് ഇതൊക്കെ നടപ്പിലാക്കാനുള്ള ഫണ്ട് അതൊരു പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങുമോ? പക്ഷേ ഈ ഒരു ചിലവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലേക്കുള്ള വരുമാനം എങ്ങനെയാണ് എന്നത് ഈ ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ സബ്സിഡിയാണ് നൽകുന്നത്. പക്ഷേ സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയ തോതിൽ പരിശോധിക്കുമ്പോൾ 40 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 10% നിന്ന് 15% അതിൻ്റെ നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം. അതിൻ്റെ ആ ഒരു ഘടന എങ്ങനെയാണ് എന്നത് നമ്മളോട് ശ്യാമും കൂടി നമ്മോട് ചേരുകയാണ്. ശ്യാമെ, കഴിഞ്ഞ തവണയൊക്കെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ അത്തരത്തിലുള്ള ഇലക്ട്രിക് പരമായ സാധനങ്ങൾക്കൊക്കെ വില കുറയുന്ന ഒരു ഘട്ടമായിരുന്നു. ഇത്തവണ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്ന വാഹനങ്ങൾക്ക് പോലും ഇപ്പോൾ പണം അധികമായി ഈടാക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി നിരക്ക് എങ്ങനെയാണ്? പ്രധാനമായി ഈ നികുതി നിരക്ക് വരുന്നത് 10 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതിയിൽ അടക്കമാണ് വലിയൊരു മാറ്റമുണ്ടാക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ നമുക്കറിയാൻ കഴിയും കേന്ദ്രം ഇത്തരത്തിൽ സബ്സിഡിയോടുകൂടി നൽകുന്ന ഈ ഒരു തുക, ആ തുകയ്ക്ക് ഇപ്പോൾ സംസ്ഥാനത്തേക്ക് വരുമ്പോഴേക്കും പ്രധാനമായി നികുതി ഘടനയിലടക്കം നിലവിൽ വലിയ പ്രഖ്യാപനങ്ങൾ, അതായത് ശതമാനത്തിൽ ഇളവ് നൽകുന്നതെന്ന് പറയുമ്പോഴും ഇതിൻ്റെ തുക ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ ശതമാന കണക്കുകളിൽ വലിയൊരു കാര്യം വരുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും മോട്ടോർ വാഹന നികുതി ഇളവ് ഭിന്നശേഷിക്കാർക്കും ഇത്തരത്തിൽ വരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ 7 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപയായി ഉയർത്തുന്നാക്കുന്ന ഒരു ഘടനയാണ് പ്രധാനമായും ഈ ബജറ്റിൽ ഊന്നി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഇനി ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കാര്യം, വിനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കാനായി സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് നിലവിൽ ത്രൈമാസ നികുതി 50% നിന്ന് ഇളവ് പറയുമ്പോഴും ഇതിൽ ഏതൊക്കെ തരത്തിലാണ് ധനാഗമ മാർഗ്ഗങ്ങൾ, മറ്റ് ഇതര വരുമാന മാർഗ്ഗങ്ങൾ എന്നതിനെക്കുറിച്ച് പ്രധാനമായും പറയുന്നില്ല. ഒപ്പം തന്നെ ഇതിൻ്റെ സ്ലാബുകൾ, മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്ലാബുകളിലും പ്രധാനമായി നിരക്കുകളിലെല്ലാം തന്നെ മാറ്റമുണ്ട്. അതായത് സീറ്റ് ഒന്നിന് നിലവിലെ നികുതി 2000 രൂപയാണ്. പ്രധാനമായി സ്ലീപ്പർ ഒന്നിന് 3000 രൂപയിലേക്ക് വരുമ്പോഴേക്കും ത്രൈമാസ നികുതിയായി സീറ്റ് ഒന്നിന് 2000 രൂപയിലേക്ക് ഉയർന്ന ഘടനയിലേക്ക് തന്നെയാണ് വരികയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നികുതിയിലടക്കം ചില സ്ലാബുകളിലെ നികുതിയിലടക്കമുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. എന്തായാലും നിലവിൽ വരുമ്പോഴേക്കും മോട്ടോർ വാഹന വകുപ്പ് കൂടുതൽ ധനാഗമ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമാണ് സ്ലാബ് നിരക്കിലടക്കം ഉണ്ടാകുന്നത്. വിനീഷ്, തീർച്ചയായിട്ടും ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് പദ്ധതിയുടെ പ്രഖ്യാപനങ്ങളുണ്ടായിരിക്കുന്നു. ആ പ്രഖ്യാപനങ്ങളിൽ എന്താണ് ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ അതിൻ്റെ ഒരു സമ്മിശ്ര രൂപം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
കോഴിക്കോട് മുതൽ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കും എന്നതാണ് ബഡ്ജറ്റിൽ പറയുന്നത്. ഒപ്പം തന്നെ 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ടെന്നും ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭൂമിയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലാൻഡ് മാനേജ്മെൻറ്റ് നയം സർക്കാർ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യുമെന്ന പ്രഖ്യാപനം ബഡ്ജറ്റിലുണ്ടാകുന്നു. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയാക്കി മാറ്റുന്നതിലൂടെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന പ്രഖ്യാപനം, ആ പ്രഖ്യാപനങ്ങൾ മാത്രം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മത്സ്യത്തൊഴിലാളികളുടെ പദ്ധതി നിർവഹണത്തിന് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അപകട ഇൻഷുറൻസ് തുക മത്സ്യത്തൊഴിലാളികൾക്ക് പരിഹരിക്കും. രക്ഷാപ്രവർത്തനങ്ങൾക്ക് റെസ്ക്യൂ ബോട്ടുകളും വനിതകൾക്ക് മത്സ്യ വിപണനത്തിന് സ്കൂട്ടറുകളും അനുവദിക്കും. വിവിധ പ്രദേശങ്ങളിലെ പരിസ്ഥിതി സൗഹൃദവുമായ ആഗോള മത്സരക്ഷമതയുള്ള നഗരങ്ങളാക്കി മാറ്റുന്നതിന് കേരള അർബൻ ഗ്രോത്ത് മിഷൻ രൂപീകരിക്കും എന്നതൊക്കെ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ. ഒപ്പം തന്നെ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കാനായി സിനിമയ്ക്ക് പ്രത്യേക പദ്ധതി നൽകുന്നു. തനത് കലാ സാംസ്കാരിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും IT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് ഒരു കൾച്ചർ പാർക്ക് സ്ഥാപിക്കും. അതിനും കോടികൾ അനുവദിച്ചു. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശ്ശൂരിൽ പുതിയ മ്യൂസിക് അക്കാദമി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും. ഇത് എന്ന് നടപ്പിലാക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കേരളത്തിൻ്റെ തനതായ പാചകകല ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താൻ പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ, സംവിധാനങ്ങൾ, കാലാവസ്ഥ മോഡലിംഗ്, ജിയോ സ്പെഷ്യൽ ഇൻ്റലിജൻസ്, റിസ്ക് അനലിസ്റ്റിക്, അടിയന്തര പ്രതികരണ ഏകോപനം എന്നിവ സമന്വയിപ്പിക്കാൻ കേരള ഡിസാസ്റ്റർ റെസിലയൻസ് സെൻറ്റർ സ്ഥാപിക്കും. അങ്ങനെ നിരവധി വാഗ്ദാനങ്ങളാണുള്ളത്. ഒപ്പം തന്നെ മറ്റു ജുഡീഷ്യൽ സംവിധാനങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരമാണ്. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലായി VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഈ ജുഡീഷ്യറി സംവിധാനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു LDFനെതിരെ ഉയർത്തിയത്, LDF സർക്കാരിനെതിരെ, അന്നത്തെ സർക്കാരിനെതിരെ ഉയർത്തിയത്. അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഷാം, നിലവിൽ ജുഡീഷ്യറി സംവിധാനത്തിൽ സമഗ്രമായ മാറ്റമെന്നാണ് പ്രധാനമായി ആവശ്യപ്പെടുകയും ചെയ്തത്. ഒപ്പം തന്നെ പ്രധാനമായും കൊച്ചിയിൽ ഒരു ആർബിട്രേഷൻ സെൻറ്റർ, അതായത് തർക്കപരിഹാര കോടതിയിലേക്കും കടക്കുകയാണ്. എന്തായാലും നേരത്തെ തന്നെ LDF സർക്കാരിന് വ്യാപകമായ വിമർശനങ്ങൾ ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു നിലവിൽ VD സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോഴേക്കും ജുഡീഷ്യറി നീതിന്യായ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയും സുതാര്യതയെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ബജറ്റിൽ ഒരു സമൂലമായൊരു മാറ്റം പറയുമ്പോഴും പ്രധാനമായും ഒരു ആർബിട്രേഷൻ, അതായത് തർക്കപരിഹാര കോടതിയിലേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കോടതി സ്ഥാപിക്കലേക്ക് മാത്രമാണ് പ്രധാനമായും ഒരു ജുഡീഷ്യറി സംവിധാനത്തിലേക്ക് വരുമ്പോഴുള്ള ബജറ്റിൽ ഊന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂപരിഷ്കരണങ്ങളടക്കം നേരത്തെ LDF സർക്കാർ കൊണ്ടുവന്ന വളരെ കഠിനമായ പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു പരിഷ്കാരത്തിൻ്റെ പിന്നാലെ തന്നെയാണ് UDF സർക്കാരും പോകുന്നത്. നിലവിൽ റവന്യൂ വകുപ്പിനായി 76.70 കോടി രൂപ വകയിരുത്തുന്നു എന്ന് പറയുമ്പോഴും മറ്റു കാര്യങ്ങൾ, അതായത് എങ്ങനെയൊക്കെയാണ് ഇക്കാര്യത്തിലേക്ക് ധനാഗമ മാർഗ്ഗങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ധനാഗമ മാർഗ്ഗങ്ങൾ വരിക എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ധനവിനിയോഗം എന്നത് ഏത് തരത്തിലാണെന്നുള്ള കാര്യത്തിലൊന്നും തന്നെ വ്യക്തമായൊരു സൂചന ബജറ്റിൽ സൂചിപ്പിച്ചിട്ടുമില്ല എന്നതാണ്